ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മൂകാംബിക ട്രിപ്പിൻ്റെ നെക്സ്റ്റ് പാർട്ട് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞ പോലെ തന്നെ മുരുടേശ്വരത്ത് പോകുന്നതാണ് ഈ വീഡിയോ. ഞങ്ങൾ ഏകദേശം 3 മണിക്കായിരുന്നു മുരുടേശ്വരത്തോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തത്. പോകുന്ന വഴി നല്ല മഴയായിരുന്നു, അത് മാത്രമല്ല നല്ല തണുപ്പും ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളങ്ങ് മുരുടേശ്വരത്ത് ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ മഴയൊക്കെ തോന്നിയിരുന്നു. ശരിക്കും ദൂരെ നോക്കുമ്പോഴേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അടുത്ത് ചെന്നപ്പം അതിനേക്കാളും രസമായിരുന്നു. ഇത് പണിയാനെ കൊണ്ട് വേണ്ടിയിട്ട് അവിടെ കമ്പിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഇപ്പോഴും അതിൻ്റെ മണ്ടയ്ക്ക് ആൾക്കാർ ഇത് പണിയുന്നൊക്കെയുണ്ട്. നമുക്ക് അവിടെ ചെല്ലുമ്പോഴേ കാണാം ഈ കെട്ടിടത്തിൻ്റെ, അതായത് ഈ ഒരു ഗോപുരത്തിൻ്റെ പുറകിലായിട്ട് ശിവൻ ഇരിക്കുന്നത്. ശരിക്കും ആ ശിവൻ എന്ന് വെച്ചാൽ ഭയങ്കര വലുതാണ്. നമ്മൾക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്യുന്നതിനേക്കാളും ഭയങ്കര വലുതായിട്ടുള്ള ശിവനായിരുന്നു. നമ്മൾ ആ കാണുന്ന ഗോപുരത്തിൻ്റെ 2 സൈഡിലായിട്ടും ഇങ്ങനെ ആനയുടെ ശില്പമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തൂടെ നമുക്കൊരു എൻട്രിങ് ഉണ്ടായിരുന്നു. എന്നിട്ട് അതുവഴി നമ്മൾ കുറച്ച് നേരം ക്യൂവിലൊക്കെ നിന്നിട്ട് ആയിരുന്നു അവിടുത്തെ മെയിൻ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറുന്നത്. നമ്മൾ ആ അമ്പലത്തിൽ തൊഴുതിട്ട് പ്രദക്ഷിണം വെക്കുമ്പോൾ അവിടെയായിട്ട് നമുക്കൊരു സ്വർണ്ണ രഥം ഇരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വീണ്ടും കുറച്ച് സ്റ്റെപ്പ് കയറി പോകുമ്പോഴാണ് നമുക്ക് ആ ശിവൻ ഇരിക്കുന്നത് ചെല്ലാൻ പറ്റുന്നത്. നമ്മളത് കഴിഞ്ഞ് വീണ്ടും സ്റ്റെപ്പ് കയറി പോകുമ്പോഴാണ് നമുക്ക് ശിവൻ്റെ ഏറ്റവും അടുത്ത് ചെല്ലാൻ പറ്റുന്നത്. നമ്മൾ താഴേന്ന് കണ്ടതിനേക്കാളും ശരിക്കും വലുതായിരുന്നു ആ ശിവൻ്റെ പ്രതിമ. അവിടെ ശിവനെ നോക്കിയിരിക്കുന്ന രീതിയിൽ ഒരു നന്ദികേശൻ്റെ ശില്പവും ഉണ്ടായിരുന്നു. ഇത് രണ്ടുമല്ലാതെ വേറെ ഒരുപാട് ശില്പങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവയെല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഉയരത്തിലും കാഴ്ച ഭംഗിയിലുമായിരുന്നു നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഈ ശിവൻ ഇരിക്കുന്ന പാറയുടെ അകത്തൂടെ ഒരു കേവ് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ അതിൽ കയറിയില്ല. പിന്നെ ഞങ്ങൾ ആ ശിവൻ്റെ പ്രതിമയ്ക്ക് ചുറ്റിനും നടന്നത് കണ്ടു. അവിടെ നിന്ന് താഴോട്ട്, അവിടെ നിന്ന് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കടൽ കാണാം. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അവിടെയായിട്ട് ഇനിയും കുറേ പണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയായിട്ട് ഞങ്ങളിങ്ങനെ രഥം പോലത്തെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു. രഥം ഇങ്ങനെ കുതിര ഇങ്ങനെ വലിക്കുന്നത്, അതിൻ്റെ പുറകിലായിട്ട് ഒരു സൂര്യൻ ഉദിച്ച് വരുന്നതിനോട്ടും പ്രതിമ പണിയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറേ കടയിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. നമുക്ക് ഇത്ര ടൈമിനുള്ളിൽ തിരിച്ച് വണ്ടിയിട്ട് അവിടെ ചെല്ലേണ്ടതുകൊണ്ട് ഞങ്ങൾ ബീച്ചിലൊന്നും പോയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഒരു കടയിൽ കയറിയിട്ട് ചായയും പാനിപ്പൂരിയും മസാലപ്പൂരിയും കഴിച്ചായിരുന്നു. ശരിക്കും പറയാമല്ലോ, പാനിപ്പൂരിയും മസാലപ്പൂരിയും വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് വലിയ മഴയൊന്നുമില്ലായിരുന്നു, ചെറിയ ചാറ്റമഴ ഉള്ളായിരുന്നു. ഇവിടുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മലനിരയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. രാത്രിയിൽ അത്യാവശ്യം വളമൊക്കെയുള്ള റോഡിൽ കൂടെ നല്ല സ്പീഡൊന്നും ഇല്ലായിരുന്നെങ്കിലും അത്യാവശ്യം സ്പീഡിൽ ഡ്രൈവ് ചെയ്യുന്ന ഞങ്ങൾക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും, കുടജാദ്രി പോയിൻ്റൊക്കെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോയ്ക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.